മലയാളം സംസാരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മലയാള ഭാഷ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും സൃഷ്ടിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടിയാണ്. മിഡ്ജേർണി എന്ന ഈ പ്രോഗ്രാമിന്റെ സഹായത്തോടുകൂടിയാണ് എൻ്റെ ഈ രൂപം സൃഷ്ടിച്ചിരിക്കുന്നത്. മലയാളം ശബ്ദം രൂപപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ലിസ്ണർ എന്ന പ്രോഗ്രാമാണ്. എൻ്റെ മുഖത്തിൽ ഉണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങൾ രൂപപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നതും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമായ DID എന്ന പ്രോഗ്രാമാണ്. ഈ വീഡിയോയുടെ എല്ലാ വശങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് പോലും എഴുതിത്തന്നത് ChatGPTയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ നിർമ്മാണ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പ്രിൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. PK വീഡിയോ ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കേട്ടതുപോലെ തന്നെ മലയാള ഭാഷ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആദ്യമേ നിങ്ങൾ കണ്ടത്. അറ്റ്ലീസ്റ്റ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ മലയാളം വീഡിയോ എന്ന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇനി നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ വോയിസ് കേൾപ്പിക്കാൻ താല്പര്യമില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട്, അതായത് നിങ്ങളുടെ വോയിസ് പോലും അല്ല കേൾക്കുന്നത്, നിങ്ങളുടെ മുഖമല്ല അതിൽ കാണുന്നത്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ നമുക്ക് എഴുതി തരാൻ ChatGPT ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശബ്ദം വേണ്ട, നമ്മളുടെ ഫേസ് വേണ്ട, നമുക്ക് പക്ഷേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലുള്ള വലിയ ഒരു സാങ്കേതിക വിപ്ലവത്തിൻ്റെ വിശാലമായ വാതിലാണ് നമുക്ക് മുന്നിലെന്ന് തുറന്ന് വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഇതിനകത്തൊരു വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈൽ ഫോണിലും ഇതെല്ലാം ഇതേ സ്റ്റെപ്പ് വഴി തന്നെ നടക്കുന്നതാണ്. ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ വീഡിയോ നിർമ്മിക്കാനായിട്ട് ആദ്യമേ വേണ്ടുന്നത് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന AI പ്രോഗ്രാമാണ് മിഡ്ജേർണി. മിഡ്ജേർണിയെക്കുറിച്ച് നേരത്തെ നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഡ്ജേർണിയിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ താഴെ ഇതുപോലെ ജോയിൻ ദ ബീറ്റ എന്നൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഡയറക്റ്റ് ആവുന്നത് ഡിസ്കോഡിലേക്കാണ്. അവിടെ അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മിഡ്ജേർണിയുടെ ഡിസ്കോഡ് സെർവറിലേക്കാണ്. അപ്പോൾ ഇതാണ് മിഡ്ജേർണിയുടെ ഡിസ്കോഡ് സെർവർ. ഇവിടെ നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേയധികം റൂംസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു റൂമിൽ നമ്മൾ ജോയിൻ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൂമിൽ ജോയിൻ ആകാനായിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ റൂമിനകത്തുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ഒരു ഇമാജിൻ പ്രോംപ്റ്റ് ഇതിനകത്ത് കൊടുക്കണം. അത് വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമ്മൾ / പ്രസ് ചെയ്തതിന് ശേഷം ഇമാജിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇമാജിൻ പ്രോംപ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരും. അത് സെലക്ട് ചെയ്യുക. ഇത് നമ്മളിവിടെ ഈ പേര് പോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തുള്ള എന്തും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഈ പറഞ്ഞ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ക്യാരക്ടറാണ്. നമ്മളിപ്പോൾ വെറുതെ 35 വയസ്സുള്ള ഒരു കേരള മാൻ അല്ലെങ്കിൽ വുമൺ അത് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരും. ഈ കാണുന്ന ഇമേജസ് ഒക്കെ റിയൽ ആയിട്ടുള്ള ആളുകളുടെ അല്ല, AIയുടെ സഹായത്തോടു കൂടി മിഡ്ജേർണി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുന്ന ക്യാരക്ടേഴ്സാണ് ഇതൊക്കെ. ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ എയർലി സ്റ്റേജസിലായതുകൊണ്ട് നമ്മളിപ്പോൾ കേരള ഛായയുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ളൊരു ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഡാറ്റാ ബേസ് അതിൽ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമേജസ് ഒക്കെ മിക്കപ്പോഴും ഐഡന്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ അത്ര ഡീറ്റെയിലിംഗ് ഇല്ലാത്ത ഒരു ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പലതവണ ട്രൈ ചെയ്ത് അവസാനം ഞാൻ മറ്റൊരു മെത്തേഡ് ട്രൈ ചെയ്തു. അതായത് ഒരു റെഫറൻസ് ഇമേജ് അങ്ങോട്ടേക്ക് കൊടുക്കുക, അതിന് ആനുപാതികമായിട്ടുള്ള മറ്റൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഞാൻ അനുഷ്ക ഷെട്ടിയുടെ ഈ ഒരു ഇമേജ് അതിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് അതിന് ആനുപാതികമായിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു തരാൻ ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ AI ക്യാരക്ടറിന് അനുഷ്ക ഷെട്ടിയുമായിട്ട് നല്ല സാമ്യം തോന്നുന്നത്. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഇപ്രകാരമാണ്. ആദ്യമേ ആ ഇമേജിൻ്റെ ലിങ്ക് കൊടുത്തു, പിന്നീട് ആവശ്യം അറിയിച്ചു. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ താഴെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുകയാണെങ്കിൽ ഒരു അല്പസമയം വെയിറ്റിംഗ് ഉണ്ട്. ഏകദേശം ഒരു 30-40 സെക്കൻഡ് ടൈം കഴിയുമ്പോൾ ഇതൊരു 4 ഇമേജ് കംപ്ലീറ്റ് ചെയ്ത് തരും, ആ ഒരു ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ U1, U2, U3, U4 എന്ന് കാണും.
അപ്പോൾ അതിൻ്റെ അർത്ഥം യു എന്ന് വെച്ചാൽ അപ്സ്കെയിൽ എന്നാണ്. ഒന്നാമത്തെ ഇമേജ് വലുതാക്കി അപ്സ്കെയിൽ ചെയ്ത് കാണിക്കാനായിട്ട് U1 കൊടുക്കാം. നമുക്കിപ്പോൾ ഈ രണ്ടാമത്തെ ഇമേജ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ U2 കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ V1, V2, V3, V4 എന്ന് കാണുന്നില്ലേ? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ തന്നെ 4 വേരിയേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഇമേജിൻ്റെ 4 വ്യത്യസ്തമായിട്ടുള്ള മുഖഭാവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ V2 കൊടുക്കുക. നമുക്ക് ഈ രണ്ടാമത്തെ ഇമേജ് പെർഫെക്റ്റ് ആയതുകൊണ്ട് കൂടുതൽ വേരിയേഷൻ ഒന്നും എടുക്കാതെ അത് നേരെ അപ്സ്കെയിൽ ചെയ്യാനായിട്ട് U2 ഓപ്ഷൻ കൊടുത്തു. അപ്സ്കെയിൽ ചെയ്ത് കിട്ടിയ ഇമേജാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ക്യാരക്ടർ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ള സ്ക്രിപ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ChatGPT ആണ്. ChatGPTയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇവിടെ എഴുതിത്തരും. ഇതിനുശേഷം നമ്മൾ അതിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുക. എങ്ങനെയാണ് ChatGPT കൃത്യമായ മലയാളത്തിൽ ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ശബ്ദമാക്കി മാറ്റുന്നത് ലിസ്ണർ എന്നൊരു AI പ്രോഗ്രാം ഉപയോഗിച്ചാണ്. അപ്പോൾ ലിസ്ണറിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് തിരുത്തലുകൾ വരുത്താനുണ്ട്. കാരണം ChatGPT ഇംഗ്ലീഷിൽ തന്ന മറുപടി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ തിരുത്തണം. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസൃതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. കുറേ കാര്യങ്ങൾ വെട്ടി മാറ്റണം. അങ്ങനെ കുറച്ച് എഡിറ്റിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് techmansland.comലെ ഈ ഒരു വെബ് പേജ്. ഈ വെബ് പേജ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ വെബ്സൈറ്റ് എൻ്റെ തന്നെ വെബ്സൈറ്റാണ്. ഈ വെബ് പേജിൻ്റെ പ്രത്യേകത നമ്മൾ കമ്പ്യൂട്ടറിൽ വോയിസ് ടൈപ്പിംഗ് മലയാളം വോയിസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെബ് പേജാണ്. അതും പൂർണ്ണമായിട്ടും ChatGPT എഴുതി തന്ന കോഡ് ഉപയോഗിച്ചിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഈ ഒരു വെബ് പേജ് ഉപയോഗിച്ച് ഞാൻ ഈ സ്ക്രിപ്റ്റിനകത്ത് വേണ്ടുന്ന എഡിറ്റുകൾ വരുത്തി. ഇനി ഈ സ്ക്രിപ്റ്റിനെ ശബ്ദമാക്കി മാറ്റാനായിട്ട് നമുക്കിവിടെ ചൂസ് യുവർ വോയിസ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കുറേയധികം വോയിസുകൾ കിട്ടും. നമുക്കതിനകത്ത് ഫീമെയിൽ വോയിസ് എടുത്തിട്ട് ശോഭന സെലക്ട് ചെയ്തു. അപ്പോൾ ശോഭൻ എന്നൊരു ക്യാരക്ടറിൻ്റെ ശബ്ദമായിട്ട് ഇത് മാറുന്നതാണ്. അതിനായിട്ട് ഇവിടെ കൺവേർട്ട് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇത് കൺവേർഷൻ നടന്നതിന് ശേഷം താഴെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വോയിസ് അവിടെ കേൾക്കാവുന്നതാണ്. നമ്മുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും ഓക്കെ, ഈ വോയിസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ആ ഇമേജ് കിട്ടി, വീഡിയോയ്ക്ക് വേണ്ടുന്ന സ്ക്രിപ്റ്റ് കിട്ടി, വോയിസ് കിട്ടി. ഇനി നമുക്കിതിനെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് മാറ്റണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു AI വെബ്സൈറ്റാണ് DID. അപ്പോൾ ഇതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ ഇതുപോലെ ക്രിയേറ്റ് വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കുറേയധികം ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ക്യാരക്ടർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഈ വെബ് പേജിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ കൊടുക്കാനായിട്ട് നമ്മൾ ഈ അപ്ലോഡ് യുവർ ഓൺ വോയിസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ വോയിസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ജനറേറ്റ് വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് വീണ്ടും ഈ ജനറേറ്റ് വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിർഭാഗ്യവശാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ ജനറേറ്റ് ആയിട്ട് വരും. മലയാളം സംസാരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസകളും നമസ്തേയും. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് താഴെ ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇത്രയുള്ള കാര്യം. ഇനി പറയുന്ന ഭാഗം സാധാരണ ആരും ഗവനിക്കാറില്ലെങ്കിൽ കൂടി പറയുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.